കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വീട് എന്നുള്ളൊരു സ്വപ്നം അതൊക്കെ യാഥാർത്ഥ്യമാവാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഹായ് ഗൈസ്, നിങ്ങൾക്കറിയാം ഞാനൊരു പ്രൈവറ്റ് പേഴ്സൺ ആണ്. ബട്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണല്ലേ? വെൽക്കം ടു മൈ ഹോം ടൂർ. 13 years എന്റെ വോയിസിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിലുള്ളൊരു കണ്ടന്റ് ഒരുപാട് കണ്ടന്റുകളുണ്ട്. പക്ഷെ അതിൽ മെയിൻ ആയിട്ടൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ജാസ്മിന്റെ കേസ് ആണെങ്കിലും നോറയുടെ കേസ് ആണെങ്കിലും ഒക്കെ ഒരു കേൾക്കുന്ന ഒരു ആപ്പാണ് ഈ ടാങ്കോ ആപ്പ്. ടാങ്കോ ആപ്പിലൂടെയാണ് വീട് വെച്ചത് അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സത്യം അങ്ങനെയാണോ നോറ? ഓക്കെ, നമ്മുടെ നോറ ശ്രീകുട്ടി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നോറയും ഈ പറയുന്ന ശ്രീകുട്ടിയും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. നോറ ബിഗ് ബോസിലൊക്കെ ഉള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു സീസൺ 6 തോന്നുന്നു നോറ ബിഗ് ബോസിലാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കര നെഗറ്റീവായിരുന്നു ആദ്യം നോറയ്ക്ക്. നോറ എങ്ങനെ നിന്നുപോയി എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നോറ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി കുറേ ആൾക്കാർക്കൊക്കെ. എന്തായാലും ലാസ്റ്റ് വീക്ക് വരെ കണ്ട് നോറ ഉണ്ടായിരുന്നു. ഓക്കെ, നോറയുടെ സംസാര രീതിയാണ് കുനുകുനാന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്രീകുട്ടി എന്ന് പറയുന്ന പഴയ സീരിയലുണ്ടല്ലോ, ഞാനൊക്കെ 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു തോന്നുന്നു ഓട്ടോഗ്രാഫോ അതോ അതാന്ന് തോന്നുന്നു സീരിയലിൻ്റെ പേര്. നല്ല 5 പേരൊക്കെ ഉള്ള ഒരു സീരിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇൻട്രസ്റ്റ് ആയിരുന്നു അത് കാണാൻ വേണ്ടിയൊക്കെ. പ്രത്യേകിച്ച് ശ്രീകുട്ടിക്കൊക്കെ ആ സമയത്ത് നല്ല ഫാൻ ബേസ് ഒക്കെ ഉള്ളതാണ്. ഈ അടുത്ത സമയത്ത് ഇവരുടെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുംഭമേള പോയതിൻ്റെയും ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് സംസാരിക്കുമ്പോൾ ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളായിരുന്നു ഇവരുടെ കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ഇവിടെ വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആപ്പിൻ്റെ കാര്യം. ഏത് ആപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആസ്ട്രോട്രോക്ക് ആപ്പിൻ്റെ കാര്യമാണ് ഞാനോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ശ്രീകുട്ടി മാത്രമാണോടാ ചെയ്തത്, നോറ മാത്രമാണോടാ ചെയ്തത് എന്നൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. ഇവർ മാത്രമല്ല ചെയ്തത്. ഇപ്പോൾ മെയിനായിട്ട് ഇവർ ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ ഇവരെ ചൂസ് ചെയ്യാനുള്ള കാര്യം. ഞാൻ മാത്രമല്ല, മിക്ക വ്ളോഗേഴ്സ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ മമിതയുടെ പിന്നെ മറ്റേ എന്തായിരുന്നു ഇന്ത്യൻ പ്രണയാതെ അതിനകത്ത് நிறைய പേര് അമല പോള് മിക്ക ആൾക്കാർ ഇപ്പോൾ ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ദിവസം ഒരു 1.5 കോടി രൂപയുടെ പ്രൊമോഷനാണ് അവർ ചെയ്യുന്നത്, ഈ ആസ്ട്രോട്രോക്കിൻ്റെ ആൾക്കാർ ചെയ്യുന്നത് തന്നെ. അപ്പോൾ വലിയ നടനെയും നടിമാരെയൊക്കെ കൊണ്ട് ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് മെയിനാണ്. കാരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതിന് ലക്ഷങ്ങൾ കിട്ടുന്നതിന് എന്താ ഇപ്പം അങ്ങനെ. അപ്പോൾ പണ്ട് ഇത് അവൻ സഞ്ജുട്ടേക്ക് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ വീടിൻ്റെ ഗുണത്തിന് കാരണം ഈ ആപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അന്ന് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ മെയിനായിട്ട് ശ്രീകുട്ടിയുടെ കാര്യം സംസാരിക്കാൻ വന്നതെന്ന് വെച്ചാൽ ശ്രീകുട്ടിയുടെ വ്ളോഗിനകത്ത്, വ്ളോഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട്. ഞാൻ ചില വീഡിയോയ്ക്കകത്ത് കമൻറ്റ് കണ്ടിട്ടുണ്ട്, ആ ശ്രീകുട്ടിയുടെ അക്കൗണ്ടിൽ പോയി നോക്കണം, എന്ത് നല്ല ഇതാണ്, അവരുള്ള ആരും ഉള്ള പോലെ പറയും, ആരെയും താങ്ങി പിടിക്കാനൊന്നും പോകത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കമൻസുകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് ശ്രീകുട്ടിയുടെ. ഓക്കെ, ഇപ്പം അതിൻ്റെ താഴെ പൊങ്കാലയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, കാരണം ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ വെറും പറ്റിക്കുന്ന രീതി കാണിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞാൻ ചോദിച്ചോട്ടെ മാഡം, ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഉളുപ്പുണ്ടോ? ഇത്ര ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വ്ളോഗ് കാണാൻ വേണ്ടി വന്ന് അവരെ പറ്റിക്കുന്നത് ശരിയാണോ? ഞാൻ അതാ ചോദിക്കുന്ന ചോദ്യം. അതൊക്കെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ആപ്പ് കൊണ്ടിട്ടാണോ നിങ്ങളുടെ വീട് വെച്ചത്? അതിനകത്ത് കുറേ കമൻസ് ഉണ്ടായിരുന്നു, ഈ ശ്രീകുട്ടിയുടെ അച്ഛൻ വെച്ച് കൊടുത്ത വീടായിരുന്നു, പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്തതാണെന്നൊക്കെ കുറേ കമൻസ് കിടക്കുന്നുണ്ട്. നമ്മൾ പല ചരിത്രമൊന്നും എടുക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയാം, നിങ്ങളുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, റിയാക്ഷൻ ചെയ്യുന്ന കുറേ നാറികൾ ഇറങ്ങിയിട്ടുണ്ട്. കുറേ നാളുകൾ ഞങ്ങളെ പറയുന്നതാണ്. ഓരോരുത്തർ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഫാമിലി വ്ളോഗിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കുറ്റങ്ങൾ പറയുന്നത്. എടാ മണ്ടരായ മണ്ടികളെ, നിന്നെയൊക്കെയാണ് ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, നീയൊക്കെയാണ് മണ്ടരെ. ഇവരെ പോലുള്ളവർ ഇതുപോലെ ആപ്പും കോപ്പും ഒക്കെ കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് തരുമ്പോൾ പോയി ഉണ്ടാക്കും. എന്നിട്ട് ഞാനും എടുത്ത് കേട്ടോ. പണ്ടുള്ള ആൾക്കാർ ഇതായിരുന്നു സ്ഥിരം പരിപാടി, ഞങ്ങൾ എടുത്തിട്ടുണ്ടോ ആപ്പ്, കേട്ടോ, പൊളി ആപ്പ്, ഒരു കോപ്പും ഇല്ല, കയ്യിൽ നിന്നുള്ള പൈസയും കാര്യങ്ങളൊക്കെ പോകുമ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ. അങ്ങനെ കുറേ മണ്ടരായിട്ടുള്ള കുറേ ആൾക്കാർ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ പോലെ അങ്ങനെ കാര്യം പറയും. ഫാമിലി വ്ളോഗിനെ വിശ്വസിച്ചിരിക്കുന്ന ഈ തലയെ കയറ്റിയിരിക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സിനോട് ഇപ്പം എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. സത്യസന്ധമായിട്ട് പറയാൻ ഞാനുള്ള കാര്യം, ഇങ്ങനെ നിങ്ങളെ പറ്റിക്കുക അവർ ഇതുപോലുള്ള ആപ്പും കോപ്പും ഒക്കെ ആയിട്ട് വന്നിട്ട് ഉള്ള കാര്യം പറയില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റവിടെ പേരെന്താണ്, നമ്മുടെ നോറ മുസ്കാൻ. എൻ്റെ പൊന്നോ, പണ്ട് ടാങ്കോ ആപ്പിൽ കൂടെ കുറേ പൈസ ഉണ്ടാക്കി കഥകളൊക്കെ പറയുന്നുണ്ട് അവൾ. അത് നമുക്കറിയാവുന്ന കേസാണ്. എന്നാൽ ബിഗ് ബോസ് സമയത്ത് അത് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ള സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ പാപ്പാൻ്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബന്ധുക്കളുടെയൊക്കെ ഓർണമെന്റ്സ് അങ്ങാണ്ട് വിറ്റിട്ടാണ് ഇവള് വീടൊക്കെ വെച്ചത്. അവൾ ഒരു നാണവും മാനവും ഇല്ലാതെ വന്നിട്ട് ഈ പറയുന്ന ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒന്നാമതരം കമ്മ്യൂണിസ്റ്റുകാർ, ഇവിടെ പാർട്ടി പറയുന്നതിൻ്റെ അല്ല കേട്ടോ, ഒന്നാമതരം കമ്മ്യൂണിസ്റ്റുകാർ. ഈ അടുത്ത സമയത്ത് പിണറായി വിജയൻ 10 വർഷം അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേത്, ഇത് പിണറായിയാണ് ശരി, പുള്ളിയുടെ എല്ലാ ന്യായങ്ങളും ശരിയാണ്.
പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന ആസ്ട്രോ എന്താ പറയണ്ട ഈ ജ്യോതിഷ്യം അതിനൊക്കെ എതിർപ്പായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം പുള്ളിയുടെ പാത പിന്തുടരുന്ന നൂറയോട് ഞാൻ ചോദിച്ചോട്ടെ, ഈ ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുമോ? ഈ ജ്യോത്സ്യന്മാരുടെ ഇതുപോലത്തെ പരിപാടിയൊക്കെ പ്രൊമോട്ട് ചെയ്യുമോ? നൈസായിട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 10 വർഷം ഞാനതൊക്കെ എടുത്ത് വെച്ച് ഒരുപാട് റോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊന്നും ഞാനിവിടെ വെക്കുന്നില്ല. എന്തായാലും ഇവറ്റകളൊക്കെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ടൊന്ന് പറ. വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കുക, അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുത്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബിൽ സബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക. നമുക്ക് ആകപ്പാടെ ഇതൊക്കെയുള്ള ആവശ്യം, അത് മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഓക്കെ, ഇന്നിപ്പോ ഞാൻ അതിന്റെ ഒരു ചെറിയൊരു കഥ പറഞ്ഞു തരാം. നമ്മള് ഈ വീട് എന്നുള്ള സ്വപ്നത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലർക്ക് അതൊരു അട്രാക്റ്റീവായിട്ട് തോന്നും, കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നും, ചിലർക്ക് അത് ഫാൻസി ആയിട്ട് തോന്നും. എന്തായാലും ഞാൻ ആ ഒരു വിശേഷം നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം എല്ലാവരുടെ പോലെയും നമുക്കും ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കില്ലേ, സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചു. ഞങ്ങൾ ഒരുപാട് തേടി നടക്കും, പല സ്ഥലങ്ങളും കാണും. ഇത്ര സത്യസന്ധമായിട്ട് വന്നിട്ട് ആൾക്കാരെ പറ്റിക്കാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരുടെ രീതി, ആറ്റിറ്റ്യൂഡ്, കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, പേഴ്സണൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ രീതി, ആറ്റിറ്റ്യൂഡ്, ഇവരുടെ വ്ളോഗൊക്കെ ഞാൻ നോക്കാറുള്ള ഒരു വ്യക്തിയാണ്. ആറ്റിറ്റ്യൂഡ്, രീതി, സ്മാർട്ടായിട്ടുള്ള സംസാരം, കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പം അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെ ജനങ്ങളെ പറ്റിക്കാതെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതേ വളരെ മോശമാണ്. അതൊക്കെ കാണും. ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, കാണുമ്പോ ചിലപ്പോ ആ സ്ഥലം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോ നമുക്ക് ബഡ്ജറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ അടുത്ത് വന്നിരിക്കുന്ന കാര്യം കയ്യിൽ നിന്ന് അങ്ങ് പോകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിജക്ട് ചെയ്യുന്നില്ല, അത് റിജക്റ്റഡ് ആവുന്ന പോലുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെയൊക്കെ നമ്മള് എന്തൊക്കെയോ പോയ തടസ്സങ്ങൾ, ഇപ്പൊ വീട് വാങ്ങാൻ നമ്മൾ ഇറങ്ങി തിരിച്ചാലും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫൈനലി നമ്മള് ഒരു പ്രോപ്പർട്ടി കണ്ടായിരുന്നു. അവിടെ ഒരു 60,000 നമ്മൾ അഡ്വാൻസും കൊടുത്തായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോജക്റ്റ് അതിനെന്തോ ഒരു ഡിലേയല്ല, അതങ്ങ് ക്യാൻസൽ ആയിട്ട് ആ 60,000 രൂപയും വെള്ളത്തിലായി കേട്ടോ. അങ്ങനെ അതുകൂടി ആയപ്പോ ആകെ കൂടി ഒരു വിഷമമായി. പിന്നെ നമ്മള് അതൊരു സ്വപ്നം മാത്രമായിട്ട് അങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ഇതായി. ശരിക്കും പറഞ്ഞാൽ ഈ വീടാവുന്നതിന് മുന്നേ ഒരുപാട് ഫിനാൻഷ്യലി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് EMIs, വേറെ മോളുടെ സ്റ്റഡീസ്, അങ്ങനെയൊക്കെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും ഇതൊന്നും നടക്കില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിഷമമൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഒരു ആസ്ട്രോളജറായിട്ടൊന്ന് സംസാരിക്കൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യത്തെ ഒക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആസ്ട്രോടോക്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അമ്മയാണല്ലേ ഇതെല്ലാം പറഞ്ഞു തന്നത്. അല്ലെങ്കിലും അറിയാലോ, ഈ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അമ്മമാരായിരിക്കും മോളൊന്ന് നോക്കിക്കാൻ നല്ലതാണ്. അമ്പലത്തിൽ വല്ലതും പോയി നോക്കിയാൽ പിന്നെ അന്തസ്സുണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ തിരുമേനിമാരാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ, വഴിപാടുകളോ കാര്യങ്ങളോ ഒക്കെ നടത്താം. എന്തായാലും ആപ്പിലോട്ട് പോകുന്നത്, ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നാളെ ഈ ശിവനും പാർവതിയും കൃഷ്ണനും ഒക്കെ ഈ ആപ്പിലാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ആപ്പിൽ പൂജ നടത്തുമോ? ഓക്കെ, ഓപ്ഷൻസ് വരും. ശിവന് വേണ്ടി ഈ പറയുന്ന ശിവപൂജ, ധാര, പിന്നെ വെള്ളമൊഴിക്കുന്ന പരിപാടി, പിന്നെ പുഷ്പാഞ്ജലി, കടുംപായസം, പാൽപ്പായസം, ഇതെല്ലാം ഈ ആപ്പിനകത്ത് ഇങ്ങനെ കൂടെ എന്നാലേ പറഞ്ഞോട്ട് ശരിയാണല്ലോ. ഒരു ബിസിനസ്, ഒരു ഐഡിയ വരുന്ന ഓരോ രീതികളെ. അപ്പം നാളെ മുതൽ ഒരു ടെമ്പിളിന്റെ ഒരു ആപ്പ് ഞാൻ തുടങ്ങാം. ടെമ്പിളിന്റെ ഒരു ആപ്പ് ഞാൻ തുടങ്ങാം. ശിവനും പാർവതിയും കൃഷ്ണനും എല്ലാവരും ഉണ്ട് അതിനകത്ത്. പിന്നെ പാൽപ്പായസം എല്ലാം ഓൺലൈൻ വഴി നീയൊക്കെ വന്ന് ചെയ്യുമോ? ഞാനത് തുടങ്ങിക്കഴിഞ്ഞു. ഓരോ ഐഡിയ വരുന്ന വാട്ട് എൻ ഐഡിയ ഡാനി സർജി. ഓക്കെ, ഈ പറയുന്ന നീയൊക്കെ കൂടെ വന്നിട്ട് അതിനകത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് രാവിലെ എണീച്ച് 4 മണിയാകുമ്പോൾ ശിവന്റെ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് തൊഴുതൊക്കെ കൊടുത്ത് അതിട്ട് ഇന്ന് ശിവൻ എന്താ കൊടുക്കണ്ടേ ഇതിൻ്റെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. 25 രൂപ ഒരു ധാര, പിന്നെ പായസം, ഓപ്ഷൻ ബി. നീയൊക്കെ വന്ന് ചെയ്യുമോ? അറിയാൻ പറ്റത്തോണ്ട് ഞാൻ ചോദിക്കുവാണ്. പിന്നെ ഈ ആപ്പിൻ്റെ പേരും പറഞ്ഞിട്ട് എനിക്കൊരു പെണ്ണ് നേരത്തെ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചിലവരൊക്കെ മെസ്സേജ് അയക്കും, ചിലവർ നമ്പർ മേടിക്കും. ഈ ആപ്പ് മാത്രമല്ല, പല രീതിയിലാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിൽ കൂടെ കയറിയിട്ട് ഗോളടിക്കാൻ ശ്രമിക്കുന്ന ചില പരിപാടികളും കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു വ്യക്തിയായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിൻ്റെ വോയിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട്
പങ്കുവെക്കാം. ഓക്കെ, എന്തായാലും ചേച്ചി പറ. എന്തായാലും ചേച്ചിയുടെ എൻ്റെ അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മക്കൾക്കൊന്നും പറഞ്ഞു കൊടുക്കുകയൊന്നും ചെയ്യരുത്. മോള് പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അവിടെ ബലിയാടാക്കിയതാരാ? അപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഈ ശ്രീകുട്ടി പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അയ്യോ അപ്പൊ അച്ഛനല്ലേ മോളെ വെച്ച് തന്നെ ഈ ആപ്പിൽ കൂടെ ആണെന്ന് പറഞ്ഞിട്ട് ഈ ആപ്പ് കയറി ഡൗൺലോഡ് ചെയ്യും. കാരണം ഇവരുടെ ലിങ്കാണ് കൊടുക്കുന്നത് താഴെ, ഇതിനകത്ത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ കൂടെ കയറി പോയി കഴിഞ്ഞാൽ ഇവർക്ക് പൈസ കിട്ടും, കമ്മീഷൻ കിട്ടും. 10 രൂപയ്ക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. പറഞ്ഞ മനസ്സിലായോ? വേണ്ടേ, ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണ് ചെയ്തത്. വേണമെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാമായിരുന്നു. ഒരു കമ്പനി കോൺടാക്ട് ചെയ്തായിരുന്നു, നമുക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എനിക്ക് ചെയ്തു തരാമായിരുന്നു. ഞാൻ ചെയ്തില്ല, കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ പ്രൊമോഷൻ ചെയ്ത് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാലാ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ഇതാണ് പറയുന്നത്. ക്ലിനിക്കിൽ പോയി കഴിയുമ്പോൾ പ്രൊമോട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കിതൊക്കെ ഫ്രീ ആയിട്ട് അവരെല്ലാം സെറ്റ് ചെയ്ത് തരും, എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട്. പക്ഷെ നമ്മളത് ചെയ്യാൻ പോയ എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള മണ്ടത്തരങ്ങളിലൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നാളെ ഒരാൾക്കൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ശ്രീകുട്ടി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ശ്രീകുട്ടി അതാണ്. അതിലൊരു ആസ്ട്രോളജറുമായിട്ട് സംസാരിച്ചപ്പോൾ ഗായത്രി എന്നാണ് അവരുടെ പേര്. മാമോട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് ആദ്യം ജസ്റ്റ് അവര് ഡേറ്റ് ഓഫ് ബർത്തും എന്റെ ജനിച്ച സമയം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാല് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് ഇങ്ങനെ വന്തം വിട്ട് വായ തുറന്നിരുന്നു കേട്ടോ. കാരണം അവര് എന്റെ ലൈഫിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ബുദ്ധിമുട്ടും ഒക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മുടെ കാര്യങ്ങൾ അവർക്ക് എങ്ങനെ അറിയാമെന്നുള്ള ഒരു ചിന്തയായിപ്പോയി എനിക്ക്. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അവരോട് ഷെയർ ചെയ്തപ്പോൾ അവര് കുറച്ച് കാര്യങ്ങൾ, ഒരു 2 സൊല്യൂഷൻ എന്നോട് പറഞ്ഞു. ഒരു 9 ദിവസം, ഒരു 9 days ഇതൊന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ശരി, ഞാനതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആദ്യം ഫ്രീ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. പറഞ്ഞു തരുന്നതിന് ശേഷം നമ്മൾ പൈസ അടയ്ക്കണം. പൈസ അടച്ചു കഴിയുമ്പം ഇത്ര ദിവസത്തിലുള്ള ഓരോ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇത്രയും നേരം ഈ ആപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഏണിങ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുതലാളിക്കാണ് കിട്ടുന്നത്. പിന്നെ പോരാത്തതിന് പൈസയും കാര്യങ്ങളൊക്കെ. പറഞ്ഞ മനസ്സിലായോ? ഇതൊന്നും മനസ്സിലാക്കാതെ ഓരോ കുഴിച്ചെന്ന് ചാടുന്ന ഓരോ കഴുതകൾ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഞാൻ കഴുതെന്ന് പറഞ്ഞത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെയാണ് പറഞ്ഞത്. ഈ വട്ടയുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനെയാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഇത്ര ദിവസം കഴിയുമ്പോൾ ഈ ഒരു ടൈമില് നിങ്ങൾക്ക് അവിടെ ടോക്കൺ കൊടുക്കാൻ പറ്റും. ആ സ്ഥലം നിങ്ങൾ അഡ്വാൻസ് കൊടുക്കും. നെക്സ്റ്റ് ഇയർ ഇന്ന മാസം നിങ്ങൾ വീട് സ്വന്തമാക്കും, നിങ്ങൾ ആ വീട്ടിൽ താമസമാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ വലിയ കാര്യമായിട്ട് കൊടുത്തില്ല. പിന്നെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു അവസാന പിടിവള്ളി എന്നുള്ള രീതിയിൽ ഞാൻ ശരി അവർ പറഞ്ഞ രീതിയിൽ 9 ദിവസം ആ ഒരു 2 സൊല്യൂഷൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തൊരു 17-18 days ആയപ്പോൾ അവർ പറഞ്ഞ അതേ ആ ഒരു ഡേറ്റില് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി. അതിനെക്കാട്ടി സന്തോഷം അടുത്ത വർഷം അവർ ആ പറഞ്ഞ സമയം ആ മാസത്തിൽ തന്നെ നമുക്ക് ഈ വീട്ടിൽ താമസിക്കാനും പറ്റിയപ്പോ അച്ഛൻ ഞാൻ ആരായിട്ടാ പാവം പിടിച്ച മനുഷ്യൻ. ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. അവർ പറഞ്ഞ കറക്റ്റ് ഡേറ്റില് കറക്റ്റ് ആ സമയത്ത് നമുക്ക് അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു അതിശയമുള്ള കാര്യമാട്ടോ. എങ്ങനെ അത് അത്രയും ഇതായിട്ട് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അത് ഓർക്കുമ്പോൾ ഐഡിയ ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നു. സീരിയലും അഭിനയം, ജീവിതത്തിലും അഭിനയം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഞാനൊരു കാര്യം, ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ ആൾക്കാർ വിശ്വസിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബ്ലോഗ് കാണാൻ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് തോന്നത്തില്ല. പുതിയ ആൾക്കാർ വരുമ്പോൾ അവരെ തേടി പോകുന്ന ആൾക്കാരുകളുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഒറ്റയടിക്ക് സെറ്റിൽ ആവാൻ നോക്കുമ്പോൾ നിങ്ങളുടെ കുഴി തന്നെ വെട്ടിയത്. അത് വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ് മാഡം. അത് പറഞ്ഞു തരാൻ ആരുമില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് വല്ല ഇൻസ്റ്റയെ വല്ലതും പ്രൊമോട്ട് ചെയ്യുന്ന പോലെ അല്ല. ഈ പറയുന്ന ഫാമിലി വ്ളോഗ് അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട ചിലപ്പം എന്താ പറയണ്ടേ, ശ്രീകുട്ടിയുടെ വീഡിയോ വന്നിട്ടുണ്ട്, ഇപ്പം അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ജോലി ചെയ്തു തരാം, അല്ലെങ്കിൽ അമ്മ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങളെ ബുക്ക് എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിരുന്ന് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. സത്യം, ഞങ്ങളുടെയൊക്കെ അടുത്ത ആൾക്കാർ ഈ ഫാമിലി വ്ളോഗ് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അവരുടെ തിരക്കുകൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി സമയം കളയുന്നത്. നിങ്ങൾക്ക് എന്താ പറയണ്ടേ, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കാണുക, ആ ഒരു മൈൻഡിലെ കുറച്ചൊക്കെ നീതി പുലർത്താൻ നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. കുറച്ചൊക്കെ നീതി പുലർത്തുന്നത് നല്ലതായിരിക്കും. നമ്മളൊന്ന് ആ സമയം കറക്റ്റ് നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം പറഞ്ഞു തരാനായിട്ടുള്ള ഒരാള്, അതായത്
കറക്റ്റ് പേഴ്സണെ നമ്മൾ പരിചയപ്പെട്ടു, കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടു, അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ പറഞ്ഞു തന്നത് കൊണ്ട് മാത്രമാണ് ഈ വീട് എന്നുള്ള സ്വപ്നത്തിൽ നമ്മൾ, സ്വപ്നമല്ല യാഥാർത്ഥ്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാവാം, കരിയർ പ്രോബ്ലം ഉണ്ടാവാം, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ആ സമയം റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ അടുത്ത് പോവുക, അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, വീടായി, ഫിനാൻഷ്യലി നമ്മൾ ഓക്കെയാണ്, എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇത് വരുമ്പോ ഒരു ആസ്ട്രോളജിനെ കണ്ട് അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തിയാൽ അതിനൊരു നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആസ്ട്രോ ടോക്കിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഫസ്റ്റ് പാർട്ടീസ് അവരുടെ ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആട്ടോ. അപ്പോ നമുക്ക് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ചേച്ചി. അത് പണ്ട് മുതലേ അങ്ങനെയൊക്കെ തന്നെയാണ്, പണ്ട് മുതലേ അങ്ങനെയാണ്. ഇനിയിപ്പോ ചേച്ചിയുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഇനി എനിക്ക് തോന്നുന്നു മകളുണ്ടെന്ന് തോന്നുന്നു, മകളുടെ കല്യാണം ഉൾപ്പെടെ ഈ പറയുന്ന ആപ്പിൽ കൂടെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അപ്പം ആപ്പിന്റെ മുതലാളി ആയിരിക്കും വരികയൊക്കെ ചെയ്യുന്നത് കല്യാണ സമയത്താണെങ്കിലും. ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്തൊക്കെ ഒരു മനുഷ്യനെ പറ്റിക്കുന്നതിനൊരു പരിധിയില്ല. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ശ്രീകുട്ടി ഒരു മിസ്ലീഡിങ് കംപ്ലൈൻറ്റ് എഴുതിയിട്ട് നമ്മൾ ഒരു വീഡിയോ നിങ്ങൾക്കെതിരെ പബ്ലിഷ് ചെയ്യുമ്പം നിങ്ങളെക്കുറിച്ച് നല്ലതായിരിക്കും പറയുന്നത്, പക്ഷെ ആ മിസ്ലീഡിങ് സാധനമാണ് ആൾക്കാരുടെ അടുത്തിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? നിങ്ങളൊന്ന് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ആണോ അല്ലയോ? അതിനേക്കാളും പത്തിരട്ടി ദ്രോഹം ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട്. നിങ്ങൾക്ക് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ആൾക്കാരെ വെറും മണ്ടരാക്കുന്നു. നമുക്കത് പറ്റിയാണോ എന്ന് തോന്നും. അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിലും ഫസ്റ്റ് ചാറ്റിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളോട് ഇങ്ങോട്ട് പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് ചാറ്റ് ഫ്രീ അല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ ഫിനാൻഷ്യലി, കരിയർ, ലൈഫ്, മാരേജ്, റിലേഷൻഷിപ്പ് എന്ത് തന്നെ പ്രശ്നമായിക്കോട്ടെ, നിങ്ങളൊരു ആസ്ട്രോളജറെ ധൈര്യമായിട്ട് കാണുക. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേഗം ഡൗൺലോഡ് ചെയ്തോളൂ ആസ്ട്രോ ടോക്ക് ആപ്പ് കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പം സക്സസ്ഫുള്ളി നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓഹോ, ഇത് ഇനി ആപ്പ് വഴി നോക്കിയിട്ടാണോ ഈ ചട്ടിയും കലവൊക്കെ വെക്കുന്ന സ്ഥാനം നോക്കിയെന്ന് ഇനി പറയാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് നോറയുടെ എന്നാ കണ്ടിട്ട് വരാം. ഓ, അത് അതിനേക്കാളും വലിയ ദുരന്താ. ഹായ് ഗൈസ്, നിങ്ങൾക്കറിയാം ഞാനൊരു പ്രൈവറ്റ് പേഴ്സൺ ആണ്, ബട്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണല്ലേ? വെൽക്കം ടു മൈ ഹോം ടൂർ. നമുക്കറിയാം നീ ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണെന്ന്. 13 years ആയിട്ട് ഞാൻ റെന്റഡ് ഹോമിലായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് എടുക്കാൻ പറഞ്ഞത് എനിക്ക് ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു. ഒരു വീട് എടുക്കാൻ പറഞ്ഞത് അത്ര ഈസി ജോബ് ആയിരുന്നില്ല. ഒരുപാട് ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണോ കുട്ടാ നീ സാക്രിഫൈസ് ചെയ്തത്? ഷിഫ്റ്റ് ചെയ്തതും സേവിങ്സ് ഉണ്ടാക്കിയതും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു ഡ്രീമിന് വേണ്ടി ഏണിങ്സ് ഒക്കെ കിട്ടിയതല്ലേ? സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ റെഡി ആയിരുന്നു. അങ്ങനെ പ്രോജക്റ്റ് ഒക്കെ നോക്കി തുടങ്ങിയപ്പോഴാണ് എവറിത്തിങ് വാസ് ഗോയിങ് ഔട്ട് ഓഫ് മൈ ബഡ്ജറ്റ്. അപ്പൊ പിന്നെ ഞാൻ കുറെ പ്രോജക്ട്സ് നോക്കി, അതിലൊരു പ്രോജക്റ്റ് എന്റെ ബഡ്ജറ്റിന് കിട്ടി. അങ്ങനെ ഞാൻ ടോക്കൺ കൊടുത്തു. ബട്ട് ഓൾ ഓഫ് എ സഡൻ ഞാൻ ഫൈനാൻഷ്യലി നല്ലോണം സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. ചെലവ് കൂടി, വർക്ക്സ് കുറഞ്ഞു തുടങ്ങി. ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള വീട് വാങ്ങുന്നത് ഓൾമോസ്റ്റ് ക്വിറ്റ് ചെയ്യാൻ നിന്നതാണ്. അപ്പോഴാണ് ഐ കെയിം അക്രോസ് ആസ്ട്രോടോക്ക്. ആസ്ട്രോടോക്കിലെ അഖില പറഞ്ഞ ഒരു ആസ്ട്രോളജർ ആയിട്ടാണ് ഞാൻ കണക്ട് ആയത്. ട്രസ്റ്റ് മീ, ഷീ ചേഞ്ച്ഡ് മൈ ലൈഫ്. എന്നോട് എന്റെ ഡേറ്റ് ഓഫ് പ്ലേസും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം ചോദിച്ചിട്ടുള്ളൂ. അത് കേട്ടപാട് ഞാൻ റീസെന്റ് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആൻഡ് ഐ വാസ് ഷോക്ക്. എന്നോട് 3 കാര്യങ്ങൾ നടക്കുന്നു പറഞ്ഞു. അതിൽ 2 of them turned out completely true. അപ്പൊ എനിക്ക് ടോട്ടലി ട്രസ്റ്റ് ആയി. അല്ല, ഇവിടെ ഈ നിൽക്കുന്ന വീട് ഇവിടെ തന്നെ ആണോ അറിയാൻ പറ്റുന്നുണ്ട് ചോദിക്കുകയാണ്. ഏതൊക്കെ ഫ്ലാറ്റിലെങ്ങാണ്ടൊക്കെ ആയിരുന്നു ബോയ് ഫ്രണ്ടും ഒക്കെ ആയിട്ട്. ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഊടായ്പാണ് ഇതൊക്കെ, പക്ക ഊടായ്പാന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇവിടെ പഴയ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതിന്റെ അവസാനം അത് വെച്ച് തരാം. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാ, വീടെടുക്കാൻ എപ്പോഴാ പറ്റുക, ഇതെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാം സോർട്ട് ആയി. ഇതിന് എനിക്ക് ബിഗ് ബോസ് പോലും കിട്ടി. എന്റെ ഡ്രീം ഹൗസിലേക്ക് 40% കാശ് ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൊടുക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം ഇപ്പൊ ഉണ്ട്. താങ്ക് യു അഖില മാം, താങ്ക് യു ആസ്ട്രോട്ടോ. ഇഫ് യു ആർ പ്ലാനിങ് ടു ടേക്ക് എനി ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഇൻ യുവർ ലൈഫ്, അതിപ്പോ കല്യാണം ആയിക്കോട്ടെ, വീടെടുക്കുന്ന ആയിക്കോട്ടെ, സ്റ്റഡീസ് ആയിക്കോട്ടെ, എനി ഫൈനാൻഷ്യൽ മാറ്റർ ആയിക്കോട്ടെ, ടോക്ക് ടു എ ഗുഡ് ആസ്ട്രോളജർ. നിങ്ങൾ ലൈഫിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഷെയർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ഓൺ ആസ്ട്രോടോക്ക് ആപ്പ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്.
എന്റെ വോയിസിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിലുള്ളൊരു കണ്ടന്റ് ഒരുപാട് കണ്ടന്റുകളുണ്ട്, പക്ഷെ അതിൽ മെയിൻ ആയിട്ടൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ജാസ്മിന്റെ കേസ് ആണെങ്കിലും നോറയുടെ കേസ് ആണെങ്കിലും ഒക്കെ ഒരു കേൾക്കുന്ന ഒരു ആപ്പാണ് ഈ ടാങ്കോ ആപ്പ്. ടാങ്കോ ആപ്പിലൂടെയാണ് വീട് വെച്ചത് അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സത്യം അങ്ങനെയാണോ നോറ? ഞാൻ വീട് വെച്ചത് ടാങ്ക് അപ്പിലെ പൈസ കൊണ്ടല്ല. എനിക്ക് ടാങ്ക് അപ്പിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പൈസ കിട്ടിയത് അത് മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ്. ആ ആൾ അതെടുത്തിട്ട് പോയി. കഷ്ടം 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 കഷ്ടം. എൻ്റെ പൊന്നു നോറേ, ആ സീസൺ ബിഗ് ബോസ് മൊത്തം വരുന്ന കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. നിന്റെ മുക്കും മൂല ഏതാണെന്ന് വെച്ചാൽ അറിയാം. ഇവിടെ അവിടെ വീടിന്റെ കഥ പറഞ്ഞതും ഇവിടെ ബോയ് ഫ്രണ്ടിന്റെ കഥ പറഞ്ഞതും ഇവിടെ എന്തൊക്കെയാണ് അതിനകത്ത് കാട്ടിക്കൂട്ടിയെന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. പ്രത്യേകിച്ച് ജാസ്മിന്റെ സീസണാണത്. ആ ഒരു സീസണിലോടാണ് എൻ്റെ കുറെ കോൺട്രവേഴ്സി വരുവൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു ബിഗ് ബോസ് ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു അതിനകത്ത്. സോറി. അപ്പൊ പിന്നെ എനിക്ക് ഈ ഫണ്ട് വെച്ചാൽ എന്റെ അമ്മന്റെ സിസ്റ്റേഴ്സ് എല്ലാവരും അവരെ ഗോൾഡ് തന്നിട്ടും പിന്നെ എന്താ പറയാ KSFE ഇങ്ങനത്തെ കാര്യത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ എന്റെ വീടിന്റെ കാര്യം ഇതാക്കുന്നതും. ഞാൻ പിന്നെ അതിങ്ങനെ ലൈക്ക് മന്ത്ലി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഈ രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ് അങ്ങോട്ട് കാണിച്ചു വെച്ചാൽ പിന്നെ ഒരു പർട്ടിക്കുലർ ടൈമിൽ അടുത്ത വീഡിയോ ഇൻഫ്ലുവൻസിങ് ചെയ്തിട്ടും സ്ട്രീമിംഗ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ആ പർട്ടിക്കുലർ ടൈം തന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വീട് വിലക്ക് വാങ്ങിച്ചോ? ഓക്കെ, കണ്ടല്ലോ. ഓരോ കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഇവിടെ ഒന്നും തീരത്തില്ല ഗൈസ്. അപ്പം ഞങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അത് ചെയ്യാനോ ഇത് ചെയ്യാനോ വേണ്ടി ഒന്നും വരുന്നതൊന്നുമല്ല. ചില കള്ളങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു വരുന്നു, അത്രമാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ മെയിനായിട്ട് റിയാക്ഷൻ വീഡിയോ ആയി ചെയ്യുന്നതിൻ്റെ ഇത്. സോഷ്യൽ മീഡിയ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്തുകൊണ്ട് പോയി സംസാരിക്കാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് ഇടാമെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാം. പറഞ്ഞാൽ മനസ്സിലായല്ലോ. എല്ലാ പ്രോസസ്സും ഒന്ന് തന്നെ. ഓക്കെ, എന്തായാലും ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യാം. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്യുക. ഓക്കെ, ബൈ. ലവ് യുവർ ഗൈസ്. അഭിപ്രായം കമന്റ് ബോക്സിൽ വരണം. ബൈ.